കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്കെല്ലാവർക്കും വേണ്ടി സ്പോൺസർ ചെയ്ത കുടുംബത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോകുന്നു. ഇതുപോലെ 10,000-കണക്കിന് പേരുടെ അത്ഭുത വിടുതല സ്വർഗീയവിരുന്നിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നത്. ഈ നമ്മൾ കാണാൻ പോകുന്ന സാക്ഷ്യത്തിലെ ചന്ദ്രൻ ബ്രദർ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം. ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിത് ചെയ്യാൻ? അവർക്കങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമുള്ളവരല്ല, സാധാരണക്കാരൻ. എന്താ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു അത്ഭുത സാക്ഷ്യമായി എന്നോട് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ തുക ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ സാക്ഷ്യവും കൂടെ അതിനകത്തുനിന്ന് ഇടണം. അങ്ങനെയാണ് ഈ സാക്ഷ്യം റെക്കോർഡ് ചെയ്തത്. നമുക്ക് ബ്രദറിൻ്റെയും കുടുംബത്തിൻ്റെയും അത്ഭുത സാക്ഷ്യത്തിലേക്ക്. ഞാൻ സാധാരണ കമാൻഡറി ഗ്യാസിലെ ഒരു ജോലിക്കാരനായിരുന്നു. ഇന്ത്യൻ ഓയിലിൻ്റെ ഗ്യാസ് കമ്പനി കളക്ടറേറ്റിൻ്റെ അവിടെയാണായിരുന്നു. അവിടെ ഒരു സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു. അവിടെ ജോലി ചെയ്യുക, വൈകിട്ട് വീട്ടിൽ വരിക, വെള്ളം അന്നൊക്കെ പണി കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു 1/2 ലിറ്റർ ഒരു ദിവസം വേണം. അതുപോലെ കഞ്ചാവ് അടിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു പൊതി വേണം. പിന്നെ ഒരു 10-17 മുറുക്കാൻ വേണം. ഇതെല്ലാം ചെയ്ത് ഇങ്ങനെ കുറേ നാളിങ്ങനെ ഇപ്പോൾ എൻ്റെ ഇളയ കൊച്ചിന് ഫിക്സിൻ്റെ അസുഖം വന്നായിരുന്നു. ഫിക്സിൻ്റെ അസുഖം വന്ന് കോട്ടയം ജില്ലാശുപത്രി കാണിച്ച് പറഞ്ഞു, മെഡിക്കൽ കോളേജ് ESI കാണിക്കാൻ പറഞ്ഞു. 2.5 വയസ്സ് വരെ അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. 2.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇങ്ങനെ ചുഴലിയുടെ അസുഖം പോലെ കയ്യും കാലും ഇങ്ങനെ കോടി ഞൊരയും പതയും വായിക്കൂടെ വന്ന് കൊച്ചിനെ വിളിച്ചാൽ മോളെ എന്ന് വിളിച്ചാൽ അവൾക്ക് ഒരു ബോധമില്ലാത്തൊരു സാഹചര്യം. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് പ്രയാസം. അയലോക്കത്തുള്ളവർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി. എനിക്ക് ഇവളെ എടുക്കാൻ പോലുള്ള ഒരു കെൽപ്പില്ല. എനിക്കിത് കാണുമ്പോൾ എനിക്ക് അന്ന് അതുപോലൊരു ഭ്രാന്തി, എങ്ങനെയാണോ തലമുടി അഴിച്ചിട്ട് പന്നനായിട്ട് ഇട്ടൊരു ഭ്രാന്തിയെ പോലെ ഈ കോട്ടയം ടൗൺ വഴി ഞാൻ ഓടിയിട്ടുണ്ട്. ഒരു 4 ദിവസം ഞങ്ങൾ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് മുഴുവനും മെഡിക്കൽ കോളേജ് ESIയിലാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ കഴിയുന്നത്. അങ്ങനെ ഒത്തിരി ഗുളികകൾ കുഞ്ഞ് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പ്രാവശ്യം ഈ ആശുപത്രി ഞങ്ങൾ ഓട്ടവാ. അങ്ങനെ ഇരുന്ന് ഒരു കുറവുമില്ല ഈ കുഞ്ഞിന്. ദൈവത്തിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുദാസൻ ജോലിക്ക് പോയിട്ട് ഗ്യാസിൻ്റെ ഗോഡൗണിൽ ലോഡിങ്ങാണ്. ഈ ലോഡ് ചുമന്നിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിന് ഈ കുഞ്ഞിനെ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഈ കുഞ്ഞിനെ നോക്കി ഇരിപ്പാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഉറക്കം തൂങ്ങുമ്പോൾ എനിക്ക് വിഷമമാണ്. ദൈവമേ, എൻ്റെ കൂട്ടുദാസൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണല്ലോ ഈ ഉറക്കുന്നത്, നിങ്ങൾ കടന്നോ, ഞാൻ ഇരുന്നോളാം എന്ന് പറയും. ഞാനിങ്ങനെ കാലം നീട്ടി കുഞ്ഞിനെ കൊണ്ട് ഏത് സമയത്താണ് ഇവർക്ക് ഈ അസുഖം വരുന്നത്, എപ്പോഴാണ് ഈ അസുഖം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഉറക്കം തൂങ്ങുമ്പോൾ എൻ്റെ പുള്ളിക്കാരൻ പറയും, നീ കടന്നോ, ഞാൻ ഇരുന്നോളാം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 5 പേർക്കും ദേഹം അടച്ച് ഒരു ചൊറിച്ചൽ വന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 പേരുടെയും കയ്യിൽ പൊട്ടി പഴുത്ത് വ്രണമായിട്ട് രക്തം പഴുപ്പും കാരണം കൈ ഇങ്ങനെ അകലത്തിൽ അടുത്തിരിക്കും. ഒരു മനുഷ്യൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ നാറ്റം വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യൻ അടുത്തിരുത്തത്തില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 5 പേർക്കും ഉണ്ടായിരുന്നു ഈ ചൊറിച്ചൽ. ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് പിച്ചാത്തിയും അതും ഇതൊക്കെ എടുത്ത് ചൊറിയും. ഇത് കഴിയുമ്പോഴത്തേന് നീറുന്ന അവസ്ഥ. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി. അന്നേരമൊക്കെ പറഞ്ഞു, എൻ്റെ 2ാമത്തെ മകൻ 1.5 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൾ വന്ന് പറഞ്ഞു, ഇത് അപ്പച്ചയ്ക്ക് രോഗമല്ല, ഇത് വേറെ എന്തോ ഇതാന്ന് പറഞ്ഞ് ഒരു ഹോമിയോ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴും ആ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം ഇതാന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ മോൻ 1.5 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന്. എൻ്റെ കൂട്ടുദാസൻ ജോലിക്ക് പോകും, ഞങ്ങളുടെ കൈ നിറയെ കാശുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു സമാധാനമില്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവ് പുള്ളി മദ്യപിക്കും, കള്ളു കുടിക്കും, കഞ്ചാവ് വലിക്കും, സിഗരറ്റ് വലിക്കും, എല്ലാ ദുശീലങ്ങളും ഉണ്ട്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് 12 വർഷം ഞാൻ സബ് ജയിലിൽ കിടന്നു. അതുപോലെ തന്നെ കോടതി കയറി ഇറങ്ങി നടന്നു. പോലീസ് സ്റ്റേഷനിലും പല അഴുക്ക് വഴികളിലും ഞാൻ നടന്നു.
എവിടെയെല്ലാം പോയിട്ട് വന്നാലും ഈ മദ്യപാനം മാറുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി, അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെയും ചെന്നിട്ടൊന്നും ഒരു മദ്യപാനത്തിനൊരു കുറവ് വരുന്നില്ല. ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് ആ ജോലിയും പോയി. 3 മാസം പെരയ്ക്കകത്തിരിക്കാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് ഗുളിക മേടിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് ഒരു കവർ പാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ സാഹചര്യമില്ല. റേഷൻ അരി ഒരു ദിവസം ജോലിക്ക് പോകും, 150 രൂപ ഇപ്പോൾ കയ്യിൽ കിട്ടും. ആ 150 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ഉള്ള ദിവസങ്ങളിലൊന്നും ജോലിക്ക് പോകത്തില്ല. കൂട്ടുകാർ കൂടി ഇങ്ങനെ നടക്കും. ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ എനിക്കങ്ങ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് എനിക്കങ്ങ് ജീവിക്കണമെന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ജോലി ചെയ്യും, റേഷനരി മേടിച്ചുകൊണ്ട് വരും, മുളക് പൊട്ടിച്ചത് കൂട്ടി ഞങ്ങൾ കഴിക്കും. ഒരു നല്ല കറി കൂട്ടാനായിട്ട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുക, വീട്ടിൽ അടുക്കളയിൽ നിന്നിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വെളിയിൽ നിൽക്കുക. അപ്പോൾ ഞാൻ ഏങ്ങലടിച്ച് അങ്ങ് കരയുക. എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ശകലം വിഷം മേടിച്ചുകൊണ്ട് വരുവാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ തിന്ന് ഈ മുറിക്കകത്ത് തന്നെ നമുക്ക് 5 പേർക്കും കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ആ പുള്ളിക്കാരിക്ക് ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതെല്ലാം ബ്ലീഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ആൻറ്റി ഇവളെ എടുത്തുകൊണ്ട് പോകും. എൻ്റെ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവളെ കൊണ്ട് തരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇവളെ. അങ്ങനെ ഇരുന്ന് അവർ സ്വർഗീയവിരുന്ന് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് 2 നല്ല ആൺകുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ആ വീട്ടിൽ ആരാധന വെക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധന വെച്ചു. അപ്പോൾ ഞാൻ ഇവരെ കണ്ടു പറഞ്ഞ കുറേ അനാവശ്യ വാക്കുകളൊക്കെ അവരെ കേൾക്കാതെ, ഇവർക്ക് ഒരു പണിയില്ലല്ലോ, ഇവർക്ക് ഇങ്ങനെ ചുമ്മാ ഒരു കറുത്ത ബുക്കുമായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്, ഒരു തൊഴിലും ഇല്ല, ഇങ്ങനെ നടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനതും പറഞ്ഞുകൊണ്ട് റോഡിലോട്ട് വെള്ള പേപ്പറുമായിട്ട് ഈ വണ്ടിയും എൻ്റെ സകല സാധനങ്ങളും എൻ്റെ അളിയന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് വെള്ള പേപ്പറിനകത്ത് എഴുതി ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ഈ താലി ഇനി താലിയേ ഉള്ളൂ വിൽക്കാൻ, വേറെ ഒന്നുമില്ല വിൽക്കാൻ, ഈ താലി നിങ്ങൾ വിൽക്കുമോ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ 1/2 ലിറ്റർ മേടിക്കും, നിങ്ങൾക്ക് വിഷവും മേടിച്ച് 5 ഐസ്ക്രീം മേടിച്ചു, 5 പാക്കറ്റ് ബിരിയാണി മേടിച്ചു എന്ന് പറഞ്ഞു. ഇത് മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കയറിയപ്പം അപ്പുറത്തെ ആൻറ്റി വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൻറ്റി വന്നു പറഞ്ഞു, ഇന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു വരാമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ, നമ്മൾ എന്നാലും കുറച്ച് കഴിയുമ്പോൾ മരിക്കും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ പോകും, ഒരു ദിവസത്തേക്കല്ലേ നമുക്ക് പോയിട്ട് വരാം, ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, നിങ്ങൾ പൊക്കോളാൻ മതി. ഇവർ 4 പേരും കൂടെ അവിടെ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഇരുന്നപ്പോൾ ഈ അമ്മച്ചി എന്നോട് ചോദിച്ചു, മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകും, എൻ്റെ പുള്ളിക്കാരനൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, അതുകൊണ്ട് ജീവിതം മടുത്ത് ഞാൻ ചാകാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചി ഇപ്പം എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ഭാരമാണ്, എനിക്ക് എത്രയോ കെട്ട് ഭാരം ഇരിക്കുന്ന പോലെ. ഈ അമ്മച്ചി എൻ്റെ തലയിൽ തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ച ആ നിമിഷം എൻ്റെ ശരീരം ഞാൻ ചൊറിഞ്ഞിട്ടില്ല ബ്രദറെ. പിന്നെ എനിക്ക് ശരീരം ചൊറിയാൻ ഞാൻ മറന്നുപോയതാണോ എന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ പിന്നെ ശരീരത്തിൽ ചൊറിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ഉത്സാഹം, പ്രേരണ എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നു. പ്രാർത്ഥിക്കാൻ പോയിട്ട് ഞാനങ്ങ് റോഡിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ റോഡിൽ പോയി ദിനേശ് ഒരു വീഡിയോയും വലിച്ച് തിരിച്ച് കയറി വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്ത് ഒരു ഭയങ്കര സന്തോഷം, മുഖത്തൊരു ഭയങ്കര സൂര്യൻ ഉദിച്ച പോലൊരു വെട്ടം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി നിനക്ക്? എനിക്ക് മരിക്കേണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കേണ്ട, എനിക്ക് ജീവിക്കണം, എന്നിനുള്ളിൽ ആരോ എന്നെ തൊട്ട പോലെ, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ മരിക്കണ്ടെന്നാണ് പറഞ്ഞു. എൻ്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ വിഷം കൊടുക്കുകയില്ല, അത് മേടിച്ചു വന്നതിനെ കളഞ്ഞേക്കാൻ പറഞ്ഞു. 3 കുഞ്ഞുങ്ങൾക്ക് ഞാൻ എങ്ങനെ വിഷം കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ സാഹചര്യം ഇതെല്ലാം എൻ്റെ യേശുനാഥൻ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ ഒരിക്കലും മരിക്കണ്ട, ഞാൻ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ തൊട്ടന്ന്. യേശു ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അന്ന് ആരാധന മധ്യത്തിലിരുന്നപ്പോൾ എൻ്റെ യേശുവിനെ എനിക്ക് ഒരു അഭിഷേകം എൻ്റെ മേൽ ഇങ്ങനെ ഇറങ്ങി. എനിക്ക് ആ അമ്മച്ചി പ്രാർത്ഥിച്ച ആ നിമിഷം എനിക്ക് പിന്നെ തൊട്ട് ജീവിക്കണം, എൻ്റെ യേശുവിനെ ഞാൻ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ആ പ്രാർത്ഥിക്കാൻ പോയ ആൻറ്റിമാർ തിരിച്ചു വന്നപ്പോൾ അതിനകത്ത് പ്രായമുള്ള ഒരു അമ്മച്ചി പറയാം, മോനെ ഈ കറുത്ത ബുക്കായിരിക്കും മോന് കാണുന്നത്, പക്ഷേ ജീവനുള്ളവൻ ഇതിനകത്തുണ്ട്. ആ അമ്മച്ചി അത് പറഞ്ഞിട്ട് എൻ്റെ ചങ്കിലൊന്ന് തൊട്ടപ്പം ഈ ഒരു ചെറിയൊരു ഐസ് എൻ്റെ ചങ്കിനകത്ത് വെക്കുന്ന പോലെ ഒരു കുളിർമ എനിക്ക് വന്നു. അത് പറഞ്ഞിട്ട് ആ അമ്മച്ചി ഒരു വാക്കുകൂടെ പറഞ്ഞു, നിൻ്റെ ജോലി എവിടെ പോയോ, ആര് കളഞ്ഞോ, ആ പദവി എൻ്റെ ദൈവം തരും എന്ന് പറഞ്ഞിട്ട് ഈ അമ്മച്ചി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ എൻ്റെ പേര് മറിയാമ്മയെന്നാണ്, ഞങ്ങളിങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങളും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ കർത്താവെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ബൈബിളുമായിട്ട് നടക്കുന്നത്. മോനെ എന്നാ വിഷമം എന്ന് ചോദിച്ച് പുള്ളിക്കാരനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മച്ചി പറഞ്ഞു, മോനെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കർത്താവായ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ലോകത്തിൽ ഏക നാമം യേശുവിൻ്റെ നാമം മാത്രമല്ല, ഈ യേശു നിങ്ങളെ
വിടിവിക്കും. ഈ കർത്താവ് ഇന്നും ജീവനോടെ ഉണ്ട്. മോനെ ഏത് സ്ഥാപനത്തിൽ നിന്ന് പണിയിൽ നിന്ന് അവരിറക്കി വിട്ടോ ആ സ്ഥാപനത്തിൽ അവിടെ നിന്ന് ആൾ ഇവിടെ വന്ന് വിളിക്കും. അടുത്ത വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എൻ്റെ ഭർത്താവ് ചോദിച്ചു, അതെങ്ങനെയാണ് അമ്മച്ചെന്ന് ചോദിച്ചു. ഞാൻ ഈ കണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മേഡത്തിനോട് എന്ന് പറയുകയും എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തി ഇതെല്ലാം ചെന്ന് ഞാൻ സങ്കടങ്ങൾ പറയുക. അന്നേരം ഒന്നും ഈ മേഡം എന്നെ ജോലിക്ക് എടുക്കുന്നില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് അമ്മച്ചി എടുക്കുന്നതെന്ന് ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് ചോദിച്ചു. അന്നേരത്തിനും അമ്മച്ചി പറഞ്ഞു, ഇന്ന് യേശു ജീവിക്കുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച തന്നെ ഒരാൾ ഓട്ടോറിക്ഷ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് വന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രൻ്റെ വീടാണെന്ന് ചോദിച്ച് വന്നു. പറഞ്ഞു വെള്ളിയാഴ്ച തന്നെ ചന്ദ്രൻ ജോലിക്ക് കയറണം, മേഡം പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയാനും പുള്ളിക്ക് ഒന്നും കൂടി അന്നേരം ആ യേശുവിനെ സ്നേഹിക്കാനായിട്ട് പുള്ളി ആ കർത്താവ് ജീവനോടെ ഉണ്ടെന്ന് പുള്ളി അന്ന് വിശ്വസിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച തന്നെ എൻ്റെ കൂട്ടുദാസൻ അവിടെ ജോലിക്ക് കയറി. പക്ഷേ ഞാനും എൻ്റെ കൂട്ടുദാസിയും എനിക്ക് ജോലി കിട്ടുകയും ചെയ്യും. ഞാനും എൻ്റെ കൂട്ടുദാസിയും എൻ്റെ മക്കളും കൂടെ ആ സഭയിൽ കടന്ന് ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അകത്ത് കയറുമോ എൻ്റെ ശരീരത്തിനാണ്ട് ഉരിഞ്ഞു പോകുന്ന പോലെയായിരുന്നു. അന്ന് മുതൽ ഞാൻ വെള്ളം അടിക്കുകയില്ല, പുക വലിക്കുകയില്ല, മുറുക്കുകയില്ല. എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ കർത്താവ് മാറ്റി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി എന്നെ എടുത്തു. ഇന്ന് വരെ 12 വർഷമായി ഞാൻ വെള്ളം അടിക്കത്തില്ല, പുക വലിക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ ഒരു കാര്യം പറയാനോ വീത ഇടാനോ ഒന്നിനും ഞാൻ പോകത്തില്ല. എൻ്റെ ഭവനത്തിൽ ഇപ്പം ഞങ്ങൾ മഹാസന്തോഷം അനുഭവിക്കുക. ഈ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തന്ന നന്മകൾ ഇന്ന് അനേക മദ്യപാനികളോട് എൻ്റെ കൂട്ടുദാസൻ ഇന്ന് സുവിശേഷം പറയുവാനും ഇന്ന് അനേക ഭവനങ്ങൾ കടന്നു എന്ന് പ്രാർത്ഥിക്കുവാനും യേശുവിനെക്കുറിച്ച് പറയുവാനും എൻ്റെ ദൈവം എനിക്ക് നന്മകൾ തന്നു. ഇന്ന് വീട്ടിൽ മഹാസന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. എൻ്റെ യേശു വന്നേ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. സ്വർഗം പോലെ ഞങ്ങളുടെ വീട്. യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകളും വലുതും ചെറുതുമായ എല്ലാ അനുഗ്രഹങ്ങളും എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം ഈ ഭൂമിയുടെ മുകളിൽ കാണത്തില്ലായിരുന്നു. ഒരു വീട് മുഴുവൻ രോഗത്തിലും ബന്ധനത്തിലും പ്രതിസന്ധിയിലും ഇനി ജീവിക്കേണ്ട ആത്മഹത്യ തിരഞ്ഞെടുത്ത കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരുവാനാണ്. അതല്ലേ ആ ഭവനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൃദ്ധിയായ ഒരു ജീവിതം കർത്താവർക്ക് നൽകിക്കൊടുത്തു. നമ്മളിന്ന് മനോഹരമായ ഒരു വചന ശുശ്രൂഷയിലേക്കാണ് പോകാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ ഞാൻ UK വിവിധ സ്ഥലങ്ങളിലും അയർലൻഡിലും ജർമ്മനിയിലും ന്യൂയോർക്കിലും ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ഏതെങ്കിലും സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവരോട് പറയുക. വ്യക്തിപരമായി കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഈ മീറ്റിങ്ങുകളോട് ചേർന്ന് ആ ദിവസങ്ങളിൽ അവസരമെടുക്കുന്നുണ്ട്. UK അതുപോലെ തന്നെ ന്യൂയോർക്കിലും വ്യക്തികളുമായി നേരിൽ കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ അവസരങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇത് കാണുന്നവർ ഈ സ്ഥലങ്ങളിലുള്ളവരെ അറിയിക്കണം. ആ സ്ഥലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും കടന്നു വരികയും ചെയ്യുക. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈയോടുകൂടെ നമ്മൾ അവസാനിക്കുകയാണ്. എല്ലാവരും പ്ലാൻ ചെയ്യണം. നമുക്കൊന്നിച്ച് TV പ്രോഗ്രാമിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും, സ്റ്റുഡിയോയ്ക്കും, നമ്മുടെ റിട്രൈവിംഗ് സിസ്റ്റം, ക്യാമറാസ് എല്ലാത്തിനും വേണ്ടി നമുക്കൊന്നിച്ച് കരങ്ങൾ കോർക്കാം. അനേകരുടെ വിടുതലായിത്തീരും. ഇന്ന് നമ്മൾ കണ്ട അത്ഭുത സാക്ഷ്യം പോലെ എത്രയോ ഭവനങ്ങൾ ഇനിയും വിടുവിക്കപ്പെടുവാൻ ഇരിക്കുന്നു. ഈ സുവിശേഷത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് കൈകോർക്കാം. ഈ മിഷൻ മന്ത്സിൻ്റെ കാര്യങ്ങൾക്ക് ഉള്ള നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭ്യമാണ്. ആ നമ്പറിൽ വിളിക്കണം. തുടർന്ന് സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. Prayer is not working yourself up to do some work, but it is a limitless place coming out of the affection towards Jesus Christ. പ്രാർത്ഥന എന്നാൽ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന ഒരു കാട്ടിക്കൂട്ടുന്ന ഒരു കർമ്മമല്ല, മറിച്ച് പരിമിതിയില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ദൈവത്തോടുള്ള സ്നേഹം അത് പരിമിതപ്പെടുത്താതെ അവനിലേക്ക് പകരുന്നതാ പ്രാർത്ഥന. The more intimate you become with Christ, the more limitless you will become. ക്രിസ്തുവുമായിട്ട് എത്രയധികം നമ്മൾ അടുത്ത് ചേർന്ന് വരുന്നുവോ
അത്രയും അതിന് തക്കവണ്ണമായി നമ്മുടെ പ്രാർത്ഥനയും പരിമിതിയില്ലാതെ പോകുന്നു. നമ്മുടെ ജീവിതം പരിമിതിയില്ലാതെയായി തീരും. Amen. That is abiding in Jesus Christ. അതാ ക്രിസ്തുവിൽ വസിക്കുക എന്ന് And പറയുന്നത്. that is where Jesus said like this. അവിടെയാണ് യേശു ഇങ്ങനെ പറയുന്നത്. In the book of John chapter 15. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Prayer, you know, there is a pastor whom I know very well. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, ഒരു ദേവദാസനുണ്ട്. He said like this. താൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. If you want to know the bigness of the church, come on a Sunday. സഭയുടെ വലിപ്പം കാണണമെങ്കിൽ ഞായറാഴ്ച വരണം. But if you want to see the bigness of Jesus, come on a prayer meeting and see. യേശുവിന്റെ വലിപ്പം കാണണമെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് കാണണം. Prayer, without an intimacy of Christ, our life will be very limited. ക്രിസ്തുവുമായിട്ടൊരു ഗാഢമായ ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒതുങ്ങിപ്പോകും. It is an intimacy with Christ Jesus. ക്രിസ്തുവുമായിട്ടുള്ള ആ ആഴമേറിയ ബന്ധമാണ് കാര്യം. Because I know that all the treasures of wisdom is in him. കാരണം എനിക്കറിയാം ആ പരിജ്ഞാനത്തിന്റെ സകല നിക്ഷേപങ്ങളും അവനിലായിരിക്കുന്നത്. All the assurance of all the riches is in him. എല്ലാം ഉറപ്പും ധൈര്യത്തിന്റെയും സകല സമൃദ്ധിയും യേശുവിലാണ് ഇരിക്കുന്നത്. Not only that, അത് മാത്രമല്ല, knowing Christ, knowing whom I believe, can only happen in an intimacy with him. ക്രിസ്തുവിനെ അറിയുക, ഞാൻ വിശ്വസിച്ചത് ആരെന്ന് തിരിച്ചറിയുക, അത് സംഭവിക്കുന്നത് അവനുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെയാണ്. That is why Jesus said in John 15:7, അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 യേശു പറയുന്നു, if you abide in me and my words abide in you, you will ask whatever you desire and it shall be done for you. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. By this my Father is glorified, that you bear much fruit, so you will be my disciple. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. I want to tell you, it is God's desire that all of us bear fruit. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എല്ലാവരും ഫലം കായ്ക്കുന്നവരാകണം എന്നുള്ളതാ ദൈവത്തിന്റെ വാഞ്ച. Wherever you are, you are the light of the whole world. നാം എവിടെയായിരുന്നാലും എവിടെ പോയാലും നാം മുഴു ലോകത്തിനും വെളിച്ചം പകരുന്ന ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Your life is a testimony to your neighbor that Jesus is alive and all the riches of God is in him. നിങ്ങളുടെ ജീവിതം തന്നെ നിന്റെ അയൽവാസിക്ക് യേശു ജീവിക്കുന്നുവെന്നും അവനിൽ സകല സമൃദ്ധി ഉണ്ടെന്നുള്ളതിനും സാക്ഷ്യമായി വരട്ടെ. നിങ്ങളെയും എന്നെയും ദൈവം അടയാളമായിട്ട് അയൽവക്കത്തും ദേശത്തും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സമൃദ്ധിയുടെ, ദൈവത്തിന്റെ സമാധാനത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ, ദൈവത്തിന്റെ എല്ലാ നിറവിന്റെ അടയാളമാണ് നിങ്ങളും ഞാനും. So that the Father may be glorified. അങ്ങനെ പിതാവ് മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. Jesus is saying, abide in me. യേശു പറയുന്നു, എന്നിൽ വസിക്കുക. Without abiding in Jesus, without abiding and being a close relationship, we cannot never bear fruit. യേശുവിൽ വസിക്കാതെ അവനുമായിട്ടൊരു ആഴമേറിയ ബന്ധമില്ലാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. Just imagine, the vine cannot show outside what the vine is without the branch, and the branch cannot survive without the vine. ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ആ മുന്തിരിച്ചെടി, മുന്തിരിവള്ളി ഫലം കായ്ക്കാതെ ലോകത്തിന് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ ആ ചെടി തായ്ച്ചെടി ഇല്ലാതെ അതിന് നിലനിൽപ്പുമില്ലല്ലോ. Without you, Jesus cannot show the world what is the fullness of the Godhead. Without Jesus, we cannot what God is power, God is riches, God is everything. നിങ്ങളെ കൂടാതെ യേശുവിന് ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹമോ സന്തോഷമോ സമൃദ്ധി അനുഭവിക്കാനും കഴിയുന്നില്ല. Without the branch, the vine is empty. Without the branch, the vine cannot show what is his glory. Same way Jesus said, the Father is glorified when you bear fruit. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളി താൻ ആരാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ പറ്റുകയില്ല. കൊമ്പുകളെ കൂടാതെ മുന്തിരിവള്ളിയുടെ തേജസ് ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ കൊമ്പുകളെ കൂടാതെ ഹല്ലേലൂയ മുന്തിരിവള്ളിയുടെ അസ്തിത്വം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ മുന്തിരിവള്ളി ഇല്ലെങ്കിൽ കൊമ്പുകൾക്ക് നിലനിൽപ്പുമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമായി പറഞ്ഞാൽ യേശുവിന് ഭൂമിയിൽ യേശു ആരാണെന്ന് വെളിപ്പെടുത്താനാണ് നിങ്ങളെ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പരിപൂർണത ദേഹരൂപമായി യേശുവിൽ വസിച്ചു.
യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്ക് പോവുക, അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം നിങ്ങളും ചെയ്യും. പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അധികമായി നിങ്ങൾ ചെയ്യും. എന്തിനാ? ഇന്ന് ദൈവത്തിൻ്റെ പരിപൂർണത ദേഹത്തിൽ കാണേണ്ടത് നിങ്ങളെയും എന്നെയും കാണിച്ചിട്ടാണ്. കർത്താവിൽ ശരണപ്പെട്ട് പറയട്ടെ, നിങ്ങൾ ഒരു കുടിലിൽ പോയി നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ, തകർന്നിരിക്കുന്ന വീട്ടിൽ നിന്റെ ഉള്ളംകാൽ ചവിട്ടിയാൽ ആ ഭവനത്തിൻ്റെ അവസ്ഥ മാറും. യേശു ആ ഭവനത്തിൽ പോയി കയറുന്നതിൻ്റെ തുല്യമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി, അതിൻ്റെ കോശമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. കോശത്തിന് മാറി നിന്ന് ജീവനില്ല, ശരീരത്തിലിരിക്കുമ്പോഴാണ് ജീവൻ. എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തയോടെ തലേന്ന് ആ ക്രിസ്തുവിൽ സന്ധി മജ്ജകളാൽ ഏകീഭവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചൈതന്യമുണ്ടാകും. നമ്പർ 2, ദൈവിക വളർച്ചയുണ്ടാകും. ദൈവത്തിൻ്റെ നിറവ്, the fullness of the Godhead, world is yet to see. ദൈവത്തിന്റെ നിറവ് അത് ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. People are satisfied when their situation change. ഓരോരുത്തരുടെ അവസ്ഥകൾ മാറുമ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് അങ്ങ് തൃപ്തി വരും. കടബാധ്യതയൊക്കെ മാറി, മക്കളെയൊക്കെ കെട്ടിച്ചു, നല്ല പോലെ വെറുതെ റിട്ടയർ ചെയ്തു. അതിനല്ല വിളിച്ചിരിക്കുന്നതെന്ന്, അത് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാ. എനിക്ക് മൈ സ്ട്രൈവിംഗ് is to display the power of the Godhead to the whole world. എൻ്റെ കഷ്ടത, എൻ്റെ ഉത്സാഹം അത് ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിരിക്കണം. That can happen only when I am intimate with Jesus. ഞാൻ യേശുവുമായിട്ട് ഗാഢമായ ഒരു ബന്ധത്തിലാണെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പ്രാർത്ഥന ജീവിതത്തിൽ അത് നടക്കുന്നേ. ആമേൻ. There is no substitute for prayer. പ്രാർത്ഥനയ്ക്ക് ഒരു പകരമില്ല. Prayer is extracting the life of Jesus into me. പ്രാർത്ഥന എന്നാൽ യേശുക്രിസ്തുവിന്റെ ജീവനെ എന്നിലേക്ക് വലിച്ചെടുക്കല. With the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. നമ്മൾ ഇന്ന് പ്രാരംഭത്തിൽ കണ്ട അത്ഭുതകരമായ സാക്ഷ്യത്തിലെ കുടുംബത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ കുടുംബത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ മാത്രം ഒന്ന് നോക്കി. ഒരു വീട്ടിലെല്ലാവർക്കും ഒരു സ്കിൻ പ്രോബ്ലം വന്നിട്ട് കാലും കൈയുമെല്ലാം പഴുത്ത് വ്രണമാകുക. കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. ആ മോളുടെ ആ ഫിറ്റ്സ് രോഗം കർത്താവ് സൗഖ്യമാക്കി. ആ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. യേശു വന്നപ്പോൾ ആ വ്യക്തി ഒരു അനുഗ്രഹം നിറഞ്ഞ വ്യക്തിയായിട്ട് മാറ്റപ്പെട്ടു. യേശു ക്രിസ്തുവിന് മാത്രമേ ഇങ്ങനെ ബാഹ്യമായും ആന്തരികമായും ഒരു കുടുംബം മുഴുവൻ മാറ്റാൻ കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ ഇപ്പോഴും ഒരു വിളിക്കുന്നവരുടെ അടുക്കൽ വന്നെത്തുന്ന കർത്താവിൻ്റെ മഹാദയക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. സോ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊരു കഥയല്ല കേൾക്കുന്നത്, ഒരു യാഥാർത്ഥ്യമാണ്. യേശു എന്നെ ഒന്ന് സഹായിക്കണമേ, ഒന്ന് പ്രാർത്ഥിച്ച് അത്ഭുത വിടുതല കർത്താവ് തരാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട സാക്ഷ്യത്തിലെ പോലെ നിരവധി രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെന്നെ കേൾക്കുന്നു. ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ല എന്ന് കുടുംബമായി ജീവിതം തീർത്താലോ എന്ന് വിചാരിക്കുന്നവരെന്നെ കേൾക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാൽ വലയുന്നവരുണ്ട് കർത്താവേ. മദ്യപാനം കൊണ്ട് ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള ഭവനങ്ങളിൽ തന്നെ കേൾക്കുന്നവർ കർത്താവെ ഓരോരുത്തരും നീ അറിയുന്നല്ലോ. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം സൗഖ്യമാക്കുവാൻ കർത്താവായ യേശുവിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, മദ്യപാന കെട്ടുകൾ പൊട്ടിമാറട്ടെ. കർത്താവെ, ആ സ്കിൻ പ്രോബ്ലങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആന്തരികാവയവങ്ങളും ശരീരത്തിനും വെളിയിലും ഉള്ള രോഗപ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഓരോ വ്യക്തികളും കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതവും നിത്യജീവനും
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശു വരുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ വീട് സ്വർഗമായി തീരും, സ്വർഗം നമ്മുടെ വീടായിത്തീരും. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ കുടുംബം ഒരു നരകമായിരുന്നു. ഇന്നലെ യേശു വന്നപ്പോൾ ആ വീട് സ്വർഗമായി തീർന്നു. ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല, ഈ പ്രോഗ്രാം അവർ സ്പോൺസർ ചെയ്തു. സോ നമ്മൾ ഈ ജൂലൈയിൽ നമ്മുടെ മിഷൻ മന്ത്സ് അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കുടുംബമായി നമ്മുടെ ഈ പ്രോഗ്രാമുകളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് TV പ്രോഗ്രാമിന് വേണ്ടി ഒന്നിച്ച് നമുക്കിത് ചെയ്യാം. മിഷൻ മന്ത്സിനായി ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തുടർന്ന് ഈ ദിവസങ്ങളുള്ള മീറ്റിങ്ങുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ ചവറയിൽ മെയ് 29 വെള്ളി രാവിലെ 10 SGK ഓഡിറ്റോറിയം ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച രാവിലെ 10 കൊട്ടാരക്കരയ്ക്ക് സമീപം ചെങ്ങമനാട്ട്. മെയ് 30 ശനി രാവിലെ 10 അരോമ ഓഡിറ്റോറിയം. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. കേംബ്രിഡ്ജ് ജൂൺ 5 വെള്ളി വൈകിട്ട് 6 മണിക്ക്. സ്റ്റെയിൻസ് ജൂൺ 6 ശനി രാവിലെ 10 വെസ്റ്റ് ക്രോയ്ഡോൺ ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം ജൂൺ 7 ഞായർ രാവിലെ 10 ഉച്ചതിരിഞ്ഞ് 2. ബോസ്റ്റൺ ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ് ജൂൺ 12 വെള്ളി വൈകിട്ട് 6. മദർവെൽ ഗ്ലാസ്ഗോ ജൂൺ 14 ഞായർ. തോമസ് കുട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് കുട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെന്റർ എൽമോണ്ട് ക്യൂൻസ് ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെന്റർ എൽമോണ്ട് ക്യൂൻസ്. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे